സോ ഇതെൻ്റെ വീടാണ്. ഏതായാലും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നട്ടുണ്ടാക്കിയതല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സുഭാഷും സുനേഷും നട്ടുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു പൂന്തോട്ടമാണ്. സോ ഞാൻ രാവിലെ കണി കൊണ്ട് ഉണരുന്നത് തന്നെ ഇവിടെയാണ്. ഈ ജനൽ തുറന്ന് ഞാനിവിടെ കണി കൊണ്ട് ഉണരുന്നത് തന്നെ ഇവിടെയാണ്. ഇതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് കാണിച്ചു തരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു തരാം. ഇത് ചെറുതാഴം സെൻറ്ററിലാണ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഇതാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു റിക്വസ്റ്റുമായിട്ടാണ് വരുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ പൂക്കൃഷി എന്ന് പറയുന്നത് ലാഭകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വലിയ നഷ്ടമില്ലാതെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. കാരണം ഇവർ പൂക്കൃഷി മാത്രം ആശ്രയിക്കുന്ന ആളല്ല, ഇവർ വളരെ പ്രൊഫഷണലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കിവിടെ കണ്ടാലറിയാം, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ പ്രൊഫഷണലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. സോ ഇവരെ നമുക്ക് മനസ്സ് മടുപ്പിക്കാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ചെറുതാഴം സെൻറ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പുലാത്ര.com ഇന്ന് വലിയൊരു റിക്വസ്റ്റുമായിട്ടാണ് വരുന്നത്. സോ നിങ്ങൾ വിചാരിച്ചാൽ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം മഹാനവമി കാലഘട്ടമാണ്. ഇനി 9 ദിവസം നവമി ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. സോ ഈ തോട്ടത്തിൽ നമ്മൾ പുലാത്ര.com നേരത്തെ പരിചയപ്പെടുത്തിയാണ് യുവ സുഹൃത്തുക്കളായിട്ടുള്ള സുഭാഷും അതോടൊപ്പം തന്നെ സുനേഷും. കൃഷിഭവൻ്റെ പ്രോത്സാഹനമൊക്കെ നേടിയ 2 യുവ കർഷകരാണ്. സോ ആ കർഷകരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇനി ദിവസങ്ങൾ 9 ദിവസം മാത്രമാണ്. എനിക്ക് വലിയ റിക്വസ്റ്റ് ഉള്ളത് ഇത് മാത്രമാണ്. നമുക്ക് അമ്പലങ്ങളിൽ പൂജ തുടങ്ങുന്ന സമയമാണ് അല്ലേ. നമ്മുടെ മക്കൾ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ പൂജിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതാണ് പൂക്കൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൂക്കൾ ഈ 9 ദിവസത്തിനകം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ സോ വലിയൊരു സഹായമായിരിക്കും ഇവർക്ക്. ഏകദേശം ഒരു 500 കിലോയോളം പൂക്കൾ നമുക്ക് 2 തോട്ടങ്ങളിലായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 1/2 ടണ്ണോളം പൂക്കളാണ് നമ്മൾ തേടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റു സംസ്ഥാനങ്ങളുടെ പൂക്കളെ ആശ്രയിക്കാതെ നമ്മുടെ കർഷകർ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത പൂക്കൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നുള്ള വലിയൊരു റിക്വസ്റ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുലാത്ര.com വെക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ മുതൽ ചെറുതാഴത്തെ ഒരു പ്ലോട്ട് കൂടിയുണ്ട്. ഇത് നമ്മുടെ KSTP റോഡിലുള്ള പ്ലോട്ടാണ്. സോ ചെറുതാഴത്തെ ഒരു പ്ലോട്ട് കൂടിയുണ്ട്. അവിടെ മാല കെട്ടിയിട്ട് നിങ്ങൾക്ക് വാഹനങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യത്തോട് കൂടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ തീരുമാനം പ്രിയപ്പെട്ട സുഭാഷ് എടുത്തിരിക്കുകയാണ്. ചെണ്ടുമല്ലികൾ, അതിൽ നമ്മുടെ ചെണ്ടുമല്ലികൾ 2 കളർ, ഈ മഞ്ഞയും ചുവപ്പും, അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക സുഭാഷ്, അതിന് വാടാമല്ലി. അതോടൊപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിലുള്ള മാലകൾ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇതോടൊപ്പം തന്നെ മഞ്ഞ കളറുള്ളതും അതോടൊപ്പം തന്നെ ചുമപ്പ് കളറുള്ളതും വാടാർ മല്ലിയും നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വാഹന സൗകര്യമുള്ള ആൾക്കാർ ചെറുതാഴം സെൻറ്ററിൽ നിന്ന് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ വാഹനങ്ങൾക്കുള്ള മാലകൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തതാണ്. ഇപ്പോൾ 2ാമത്തെ വിളവെടുപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഓണത്തിന് നമുക്ക് നല്ലൊരു വിളവ് തന്നെ കിട്ടിയിരുന്നു. ആ സമയത്ത് നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് ഈ ഒരു പ്ലോട്ടിലുള്ള പൂവൊന്നും ആ സമയത്ത് വിരിഞ്ഞിട്ടില്ലായിരുന്നില്ല. ഇപ്പോഴാണ് കൂടുതൽ പൂവായത്. ഇപ്പോൾ ഏകദേശം ഒരു 5 ക്വിൻ്റലോളം, അതായത് 1/2 ടണ്ണോളം നമ്മുടെ കയ്യിലിപ്പോൾ പൂവുണ്ടാവും. ആ പൂവ് ഇപ്പോൾ വിൽക്കാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് മാല, ഇതുപോലുള്ള മാല കിട്ടും. അതേപോലെ 3 ടൈപ്പ്, ഇന്നിപ്പോൾ ഒരു ടൈപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3 ടൈപ്പ് മാല ചെറുതാഴം സെൻറ്ററിലുള്ള നമ്മുടെ തോട്ടത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വല്ല വണ്ടികളുള്ള ആൾക്കാർക്കോ വീട്ടിൽ സമയിക്കാൻ പറ്റില്ല. ഇപ്പോൾ നവമിയുടെ കാലമാണ്. അപ്പോൾ വീട്ടിൽ പിന്നെ വിളക്കെടുത്ത് വെക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ മേടിക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം 4 മീറ്റർ 200 രൂപക്ക് എന്ന രീതിയിലാണ് ഇവിടെ ഈ 3 ടൈപ്പ് മാലയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 2 കിലോയോളം അല്ലേ പൂക്കൾ വേണ്ടി വരും അല്ലെ. ഒരു മാലയ്ക്ക് ഏകദേശം 2 കിലോയോളം പൂക്കൾ വേണ്ടി വരും. അപ്പോൾ വലിയ റിക്വസ്റ്റാണ്. ചെറുതാഴം സെൻറ്റർ ബസ് സ്റ്റോപ്പിൽ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാവുന്ന ഡിസ്റ്റൻസിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. സോ ഇതെൻ്റെ വീട്, ഇത് ബസ് സ്റ്റോപ്പ്. നമുക്ക് ഇവിടെ കാണാം. ഈ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നാളെ അല്ലേ വിൽപ്പനയുണ്ടാവും. അതോടൊപ്പം തന്നെ അമ്പലത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ അവരോടുള്ള വലിയ റിക്വസ്റ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിൽ കൊടുത്ത ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. ഈ 9 ദിവസം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇവര് അതിന്റെ പൂമാലകളോ അല്ലെങ്കിൽ പൂക്കളോമായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ട് തൊഴാനുള്ള ഭാഗ്യങ്ങള് നമ്മുടെ ഇവിടെയുള്ള പ്രദേശങ്ങളിലുള്ള പ്രിയപ്പെട്ട ഭക്തർക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞാൻ ഒരു വീഡിയോയിലേക്ക് വരുന്നത്. അവർ മികച്ച കർഷകരാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഏതായാലും ഈ നവമി അവർ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അമ്പല കമ്മിറ്റികളെ അതോടൊപ്പം തന്നെ പൂജാ സ്റ്റോറുകൾക്ക് ഇവർക്കൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, ആർക്കെങ്കിലും ബൾക്കായിട്ട് പൂക്കൾ എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ആ രീതിയിലും എടുക്കാം.
അപ്പോൾ വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് തൽക്കാലം വിട പറയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അവരെ നിരാശരാക്കില്ല എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇവിടെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഏവർക്കും നല്ല വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.